ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ജൂത റബ്ബിമാരോട് പ്രധാനമന്ത്രി നെതന്യാഹു ആഹ്വാനം ചെയ്തു. നിലവിൽ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട, രാജ്യത്തിലെ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യക്കാർ നമ്മൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളതും അവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകുക എന്നുള്ളതും നമ്മുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. രാജ്യം വലിയ പരീക്ഷണത്തിലാണ്. അതിനാൽ തന്നെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ജൂത റബ്ബിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. റബ്ബിമാരെന്ന് പറയുന്ന സമയത്ത് മതപരമായിരിക്കുന്ന കാര്യത്തിൽ ജൂത വിഭാഗത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ്. അവരിങ്ങനെ ഗവൺമെൻറ് തലത്തിൽ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യത്തിലോ സൈനിക മേഖലയിലോ സേവനം നടത്തുകയില്ല. മതപ്രവർത്തനവും പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സജീവത ഉള്ളവരാണ് ജൂത റബ്ബിമാർ. മതപ്രഭാഷകർ, മതപ്രബോധകർ എന്നൊക്കെയാണ് അവരെക്കുറിച്ച് പറയാറുള്ളത്. അവരിൽ നിന്ന് ചില കാര്യത്തിലൊക്കെ ഉപദേശ കാര്യങ്ങളൊക്കെ ഈ ഭരണാധികാരികൾ, ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾ കാലാകാലങ്ങളും തേടാറുണ്ട്. എന്നാൽ ഈ ഒരു സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഒക്ടോബർ 7 തീയതിയുള്ള ഹമാസ് അക്രമത്തോടനുബന്ധിച്ച് അത്തരം ഒരു സംവിധാന കാര്യങ്ങൾക്കും ജൂത റബ്ബിമാർ ആശ്രയിക്കാറില്ല എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന സർക്കാരിൻ്റെ ഭാഗത്ത് പുറത്തു വന്നത് റബ്ബിമാർ നിർബന്ധ സൈനിക സേവനം ചെയ്യണം എന്നുള്ളതാണ്. മതപരമായ രീതിയിൽ അവർക്ക് സേവനം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമവ്യവസ്ഥ നിലനിൽക്കെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സൈനിക മേധാവികൾ റബ്ബിമാരോട് സൈനിക സേവനം നടത്തണം എന്ന് പറയുന്നത് തെറ്റാണ്, ധിക്കാരപരമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റബ്ബിമാരും ഇസ്രായേൽ സർക്കാരും വലിയ രീതിയിൽ ഉടക്കുണ്ടായിട്ടുണ്ട്, വലിയ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, അത് വലിയ ചർച്ചയായിട്ടുണ്ട്. അത് അമേരിക്ക പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് ഒരു ചർച്ചയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഉടക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഗസയുമായിട്ടും ലെബനാനുമായിട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അതേപോലെ തന്നെ യമനുമായിട്ടും പിന്നീട് സിറിയയിൽ നടന്നിരിക്കുന്ന ഭരണ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യം ഇസ്രായേൽ. അപ്പോൾ സൈനികരുടെ എണ്ണം വല്ലാത്ത രീതിയിൽ ഈ മേഖലയിൽ കുറവ് വരുന്നുണ്ട്. മാത്രവുമല്ല, സൈനിക സേവനം നടത്തപ്പെട്ട വ്യക്തികൾ അവർക്ക് പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ മുറി പറ്റുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ഥിതി വിശേഷം ഉണ്ടായാൽ രണ്ടാം ഘട്ടത്തിലേക്ക് യുദ്ധമേഖലയിലേക്ക് അവർ പോകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൈനികരും ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. സേവനം ചെയ്യാത്തതിന് പല സൈനികരെയും പിടിച്ച് ജയിലടച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഗസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പലസ്തീനെ ആക്രമിക്കാൻ പോയ ഒരു സൈനികരും ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കാത്ത തരത്തിൽ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പല ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ട്, വലിയ മാരകമാർക്ക് പരിക്കേറ്റവരുണ്ട്, കൈയും കാലം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നു ഈ മേഖലയിൽ. അതുകൊണ്ട് സൈനികരുടെ എണ്ണം വല്ലാത്ത രീതിയിൽ കുറവാണ്. ലെബനാനുമായിട്ട് സംഘർഷാവസ്ഥ ഉണ്ടായ സമയത്ത് ഗസയിൽ നിന്നുള്ള ചില ഭാഗങ്ങളിൽ നിന്നുള്ള സൈനികരെ എടുത്തിട്ട് ലെബനാൻ്റെ അതിർത്തി വിന്യസിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗസയുടെ മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വിന്യസിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം. മാത്രവുമല്ല, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇസ്രായേൽ ഭൂമിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന തരത്തിലേക്ക് ചർച്ച പോകുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ ഏറെക്കുറെ മിതത്വപ്പെട്ടുകൊണ്ട് റബ്ബിമാരുമായിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞത് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്ക ഏറെക്കുറെ ഈ യുദ്ധത്തിലുണ്ട് എന്നുള്ള കാര്യം അറിയാം. മറ്റു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് എന്നും പറയാം. ഇപ്പോൾ ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം ചില രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിന് പിന്തുണയുമായിട്ട് വരുന്നുണ്ട്. ഇത് മുൻപേ ഈ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇസ്രായേൽ മാത്രമല്ല അവരോടൊപ്പം ഉള്ളത്. അവരോടൊപ്പം അമേരിക്കയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ തെറ്റി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ യുദ്ധ മധ്യസ്ഥത വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഉക്രൈൻ്റെ ആവശ്യമില്ല, റഷ്യയും ഞാനും മാത്രം, അതായത് അമേരിക്കയുടെ പ്രസിഡന്റും മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് എന്ന തരത്തിലുള്ള ചർച്ചയാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഉച്ചകോടിയായിട്ട് 2 വട്ടം കഴിഞ്ഞത്. ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം 3 വർഷമായി വലിയ രീതിയിലുള്ള പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രാജ്യമാണ് ഉക്രൈൻ. ആ രാജ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കൊണ്ടുള്ള ഒരു ചർച്ച ശത്രുവായിരിക്കുന്ന റഷ്യയുമായിട്ട് ഉണ്ടാക്കിയ ശരിയല്ല എന്നുള്ള ഉക്രൈനിൽ പ്രതിഷേധം വന്നു. ആ പ്രതിഷേധത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചു. അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ശക്തമായിരിക്കുന്ന നിലപാടെടുത്തു.
ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപുമായിട്ട് നടത്തിയ ചർച്ചയിൽ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് യോഗത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ പോയത് ബ്രിട്ടനിലേക്കാണ്. ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള രാജോചിതമായിരിക്കുന്ന സ്വീകരണമൊക്കെ കൊടുത്തു. അവിടെ വെച്ച് വലിയ ചർച്ചകളുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, ഞങ്ങളോടൊപ്പം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനുമായിട്ട് അകന്നു നിന്നു. പിന്നീടുള്ള നിലപാടുകളൊക്കെ കണിശമായിരിക്കുന്ന രീതിയിലേക്ക് പോന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഈ ബ്രിട്ടൻ്റെ കപ്പലുകൾ അവിടെ നിന്ന് പിൻവലിച്ചു. ഞങ്ങൾ ഈ യുദ്ധത്തില്ല എന്ന് പറഞ്ഞു. അമേരിക്കയുടെ കപ്പലും ബ്രിട്ടൻ്റെ കപ്പലും സംയുക്തമായ രീതിയിലാണ് വ്യോമാക്രമണം യമന് നേരെ നടത്തിയത്. 15 തവണയെങ്കിലും ആക്രമണം നടത്തി. കനത്ത രീതിയിൽ തിരിച്ചടി ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഈ വിഷയം ഉണ്ടായതോടുകൂടി ബ്രിട്ടൻ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതോടുകൂടി അമേരിക്ക ഒറ്റപ്പെട്ടു. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ അകൽച്ചകൾ കൂടി വന്നു. പിന്നീട് പല നിലപാടുകളും പരസ്യമായി തന്നെ ബ്രിട്ടൻ പറഞ്ഞു. ഇത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഇത്ര ശക്തമായിരിക്കുന്ന നിലപാടുകൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് ഇവരുടെ സ്വഭാവ രീതികളൊക്കെയാണ് പോകുന്നത്. എത്ര വലിയ ശത്രുതയാണെങ്കിലും ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ട് അവരൊരു പണിയും ചെയ്യില്ല. അവിടെ ശത്രുക്കൾ മുസ്ലിങ്ങളായിരിക്കും. അത് മനസ്സിലാകാത്ത ലോകത്തിൽ ഏതൊരു വിഭാഗം അറബ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത് അമേരിക്ക ഏറെക്കുറെ ഇതിലുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നതെന്നൊക്കെ അറിയാം. ഇസ്രായേലിന് വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്ത് വലിയ ചർച്ചയാണ്. ഇസ്രായേലിന് വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്ത് വലിയ ചർച്ചയാണ്. അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായി ഇതിന് മുമ്പൊന്നും ഇല്ലാത്ത സംഭവമാണ്. അങ്ങനെ വന്ന സമയത്ത് ഇസ്രായേൽ ഇവിടെ പരാജയപ്പെടാൻ പാടില്ല. ഇസ്രായേലിനെ പ്രതിരോധിക്കേണ്ട അനിവാര്യമാണ്. അങ്ങനെ ബ്രിട്ടൻ പതുക്കെ എന്ത് ചെയ്തു? ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടി. ബ്രിട്ടന്റെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും ചെങ്കടലിന്റെ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തിന്? ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കാൻ. അമേരിക്ക ഏതായാലും ഉണ്ട്. മാത്രവുമല്ല, അതിൻ്റെ മറ്റൊരു ഭാഗം പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിലാണ് കവചമൊരുക്കാൻ വേണ്ടിയിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ സ്ഥിതിയുള്ളത്? ഉക്രൈൻ വിഷയത്തിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ബ്രിട്ടനും അമേരിക്കയും ഇറാന്റെ വിഷയം വന്ന സമയത്ത് ഒന്നിക്കുകയും മുഖ്യ ശത്രു ഇറാനാണെന്ന് പ്രസ്താവിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സഹായം തീരുമാനിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. സത്യത്തിൽ ഇറാൻ യുദ്ധം ചെയ്യുന്ന ആരോടൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടന്, യൂറോപ്യൻ രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വമ്പന്മാരും കൊമ്പന്മാരുമായിരിക്കുന്ന സൈനിക ശക്തികൾ ഒരു ഭാഗത്തും, ഇറാൻ ഒറ്റക്കാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. സംഭവം ഇസ്രായേലും ഇറാനാണെന്നൊക്കെ പറയാമെന്നല്ലാതെ ഇസ്രായേലിൻ്റെ സൈനികരും ഇസ്രായേലിൻ്റെ വിമാനങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും നിയന്ത്രിക്കുന്നതും ചെയ്തു കൊടുക്കുന്നതൊക്കെ അമേരിക്കയാണ്. അതോടൊപ്പം ബ്രിട്ടൻ ചേരുകയാണ്. അപ്പോൾ മുൻപ് തെറ്റിപ്പിരിഞ്ഞ ഈ രാജ്യമായിരിക്കുന്ന ബ്രിട്ടൻ ഇറാൻ ഒതുക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അത് ചരിത്രത്തിൽ ഇതിന് മുൻപും അങ്ങനെ തന്നെയാണ്. ഒറ്റപ്പെട്ട് അത് അമേരിക്കക്കെതിരെ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഒരു മുസ്ലിം രാജ്യത്തു നിന്ന് ഒരു ബദൽ സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ എതിർ ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ, അവർ ഒന്നിച്ച് നിന്നുകൊണ്ട് ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും അമേരിക്ക അടക്കുന്ന യൂറോപ്യൻ സംവിധാന സംഘങ്ങൾ ചെയ്യുന്നതാണ്. അത് അതിൻ്റേതായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഈ ഐക്യരാഷ്ട്രസഭ, UN സഭ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അമേരിക്കൻ സഭയാണ്. UN എന്ന് പറയുന്നതും US എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അവരുടെ നയത്തിനും നിലപാടിനും അനുസരിച്ച് ഇങ്ങനെ നീങ്ങാനൊന്നും UN സഭയ്ക്ക് പറ്റില്ല, ഒരു കാലത്തും ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ UN സഭയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയൊന്നുമില്ല. അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഒരു വേദി ഉണ്ടാക്കുന്നു. വേദി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടത് മറ്റുള്ള ലോക ശക്തികളാണ്. അമേരിക്കക്കെതിരെ എന്താണെങ്കിൽ ലോകശക്തികൾ ഒന്നിച്ച് നിൽക്കുന്നില്ലല്ലോ. ഇതാണ് എൻ്റെ സ്ഥിതികൾ. അപ്പോൾ ഇവർ ഒന്നിച്ചു കൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ്. സദ്ദാം ഹുസൈൻ്റെ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 32ഓളം രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ടാണ് ഇറാഖിനെ അന്ന് നേരിട്ടത്. നേതൃത്വം അമേരിക്കയാണ്. അപ്പോൾ അതിന് എതിർ ശബ്ദങ്ങൾ, ഇറാഖിനെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തൊരു രാജ്യം വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനേക്കാൾ കഠിനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ, അതായത് ഇറാഖ് കുവൈറ്റ് പിടിച്ചടക്കിയ, അല്ലെ കുവൈത്തിന് നേരെ ആക്രമണം നടത്തിയ സമാനമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യണം? ഇറാനോടൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യേണ്ട രാജ്യങ്ങൾ ഇപ്പോൾ അതിന് ഇരയായിരിക്കുന്ന ഇറാന് എതിരെ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഇസ്രായേലിനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വഴിയിലൂടെയാണ്. ഈ വഴികൾ എന്ന് പറയുന്നത് മുസ്ലിം വിരോധത്തിൻ്റെ ഒരു വഴിയായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.